വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥിയുടെ ദുരൂഹ മരണത്തിൽ 6 വിദ്യാർത്ഥികളെ കൂടെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ഇന്നലെ കീഴടങ്ങിയ SFI കോളേജ് യൂണിയൻ ചെയർമാനായ അരുൺ, യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഖ്സാൻ എന്നിവരുടെ അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തുക. ഇനി 9 പ്രതികളെ കൂടെ പിടികൂടാനുണ്ട്. ശ്രീത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീത്ത്, നേരത്തെ നടപടി ഇവർക്കെതിരെ എടുത്തുവെങ്കിലും ഇപ്പോൾ ഈ എല്ലാവരെയും സസ്പെൻഡ് ചെയ്ത ആ ഒരു രീതിയിലേക്ക് കടന്നിരിക്കുന്നു. 6 പേർക്ക് കൂടെ സസ്പെൻഷൻ ഉണ്ടായെന്ന് പറയുന്നു. ഒപ്പം പുറത്ത് നിരവധി ആളുകൾ, നിരവധി SFI പ്രവർത്തകർ ഈ ഒരു സംഭവത്തിൽ ഒളിവിൽ കഴിയുകയും കൂടെ ചെയ്യുകയല്ലേ? തീർച്ചയായും രജനിയെ, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ 6 പ്രതികളെയാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ ആരംഭഘട്ടത്തിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികളെയാണ് നിലവിൽ ഈ കോളേജ് അധികൃതർ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇവർ റിമാൻഡിലാണ്. അതോടൊപ്പം ഈ തുടക്കത്തിൽ തന്നെ 18-ാം തീയതി ഈ മരണം സംഭവിച്ചതിന് പിന്നാലെ 22-ാം തീയതി 12 പ്രതികളെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ നിന്നാണ് നിലവിൽ 4 അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 10 പേരാണ് മുഴുവനായി അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി 8 പേരെയാണ് ഇത്തരത്തിൽ പോലീസ് പിടികൂടാനുള്ളത്. എന്തായാലും ഈ 6 വിദ്യാർത്ഥികൾ ഇവരാണ്. തിരുവനന്തപുരം സ്വദേശികളായ റഹാൻ ബിനോയ്, ആകാശ്, ശ്രീഹരി, ഇടുക്കി സ്വദേശി അഭിലാഷ്, തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായി, അതോടൊപ്പം തന്നെ വയനാട് ബത്തേരി സ്വദേശി ബിൽഗേറ്റ് തുടങ്ങിയ 6 പേരാണ് ഈ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവരെ ഈ കേസിന് പിന്നാലെ 12 പേരെ ആദ്യം സസ്പെൻഡ് ചെയ്തെങ്കിൽ അവർ ഒളിവിൽ പോയിരുന്നു. തുടർന്നായിരുന്നു പോലീസ് കോളേജിൽ നിന്നാണ് ഈ 6 പേരെ അറസ്റ്റ് ചെയ്തത്. അത്തരത്തിലായിരുന്നു ആദ്യം സസ്പെൻഡ് ചെയ്ത 12 പേരെ കൂടാതെയാണ് നിലവിൽ 6 പേരെ കൂടി സസ്പെൻഡ് ചെയ്തത്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോളേജിൽ നിന്ന് സസ്പെൻഷനിലാകുന്നവരുടെ എണ്ണം 18 മാറിയിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ കോളേജിൽ യൂണിയൻ പ്രസിഡന്റായ അരുൺ, അതോടൊപ്പം യൂണിറ്റ് സെക്രട്ടറി അമൽ എന്നിവർ ഇന്നലെ കീഴടങ്ങിയിരുന്നു. ഇവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇവരുടെ മൊഴിയെടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രതി കൂടി അറസ്റ്റിലായിട്ടുണ്ട്, കസ്റ്റഡിയിലുണ്ട്. അങ്ങനെ 7 പേർ അറസ്റ്റിലും 3 പേർ കസ്റ്റഡിയിലുമാണ് ഉള്ളത്. അങ്ങനെ 10 പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലോ അറസ്റ്റിലോ ആയിട്ടുള്ളത്. ഇനി 8 പേരുണ്ട്. ഈ 8 പേരിലാണ് സിനോജ്, കാശിനാഥ് ഉൾപ്പെടെയുള്ള മുഖ്യ പ്രതികളുള്ളത്. ഈ വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥനെ പരസ്യമായി പലതവണ മർദ്ദിച്ച മുഖ്യ പ്രതികളും നിലവിൽ ഇത്തരത്തിൽ അറസ്റ്റിലായിട്ടില്ല. അവരെ ഇന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കാരണം ഇന്നലെ കീഴടങ്ങിയിട്ടുള്ള SFIയുടെ നേതാക്കൾ നിന്നും ഇത്തരത്തിൽ വിവരം ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്നലെ കോളേജിൽ നടന്ന അടിയന്തര യോഗത്തിന്റെ ഫലമായാണ് ഇന്നലെ ഇവർ ഈ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങിയത്. ഇവർ മാനന്തവാടിയിലും ഈ വയനാടിന്റെ തന്നെ മാനന്തവാടിയിലും പല പ്രദേശങ്ങളിലും ഇവർ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് ഈ 10 ദിവസമായിട്ടും ഇവരെ പിടികൂടാൻ ശ്രമിച്ചില്ല. തുടർന്ന് ഈ രാഷ്ട്രീയമായുള്ള ഈ പിന്തുണയോട് ലഭിച്ചതോടെയാണ് ഇന്നലെ ഇവർ രാത്രിയോടെ തന്നെ 9:30 ഈ 2 SFIയുടെ നേതാക്കളും പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരിക്കുന്നത്. ശ്രീത്ത്, അതിനിടയിൽ ഇന്ന് ഡീനിന്റെ ഒരു വിശദീകരണം കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിൽ. കാരണം കൂടുതൽ തിരക്കായതിനാൽ തനിക്ക് ഈ മർദ്ദന വിവരമൊന്നും തന്നെ അറിയാൻ കഴിയില്ല എന്നാണ്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും ഈ ഡീനോ മറ്റ് കോളേജ് അധികൃതരോ പോലും ഈ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്കൊന്ന് പോകാൻ പോലും തയ്യാറായിട്ടില്ല. ഒപ്പം ഈ നിസ്സംഗ മനോഭാവം കൂടെ നോക്കിക്കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ദുരൂഹതകൾ ഏറെ വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ SFI പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് തന്നെയല്ലേ ഡീനും സ്വീകരിച്ചിരിക്കുന്നത്? തീർച്ചയായും രജനി, കാരണം 16-ാം തീയതി രാത്രിയാണ് സിദ്ധാർത്ഥനെ സംഘം ചേർന്ന് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്നത്. 17-ാം തീയതി ഈ ഹോസ്റ്റലിൽ ഈ വിദ്യാർത്ഥി അവശ നിലയിലായിരുന്നു പൂർണ്ണമായി ഉണ്ടായിരുന്നത്. ആ സമയമെല്ലാം ഈ വിദ്യാർത്ഥിയെ ഈ കുട്ടികൾ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു. കാരണം അത്രത്തോളം അവശ നിലയിലായിരുന്നു ഈ സിദ്ധാർത്ഥൻ ഉണ്ടായിരുന്നത്. പിന്നീട് 18-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ ഈ കോളേജിന്റെ ഹോസ്റ്റൽ റൂമിൽ തൂങ്ങി മരിക്കുന്നത്. ഇത്തരത്തിൽ 18-ാം തീയതി തൂങ്ങി മരിച്ചിട്ടും ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഈ കോളേജ് അധികൃതർ നടപടിയെടുക്കുന്നത് 22-ാം തീയതിയാണ്. ആ സമയമായപ്പോഴേക്കും ഈ മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഈ കോളേജ് അധികൃതർ ഈ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉണ്ടായത്. കാരണം 16-ാം തീയതി കോളേജിൽ ഹോസ്റ്റലിന് സമീപം ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം നടക്കുന്നു. മണിക്കൂറുകളോളം വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയാണ്. ഇത് കോളേജിലെ പല അധികൃതരെയും അറിഞ്ഞ് ഡീനും അറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം 16-ാം തീയതി ഈ മർദ്ദനം നടക്കുന്നു, 18-ാം തീയതി ഈ മരണം സംഭവിക്കുന്നു, 22-ാം തീയതിയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ സസ്പെൻഷൻ
നടപടി ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഈ കോളേജിലെ SFIയുടെ വിജയവും. ഈ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന SFIയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപകരും ഡീനും ഉൾപ്പെടെയുള്ളവർ മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, റാഗിംഗ് ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുമ്പോൾ, പരാതി ലഭിക്കുമ്പോൾ ഈ കോളേജിലെ നേതാക്കൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥി പരാതിയുമായി അധ്യാപകരുടെ അടുത്ത് എത്തുകയാണെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ പേര് ഉൾപ്പെടെ ചോർത്തി SFI നേതാക്കൾക്ക് എത്തിക്കുന്ന ഒരു നിലപാടായിരുന്നു ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ പരാതി നൽകുന്ന SFI നേതാക്കൾക്ക് നേരെ പരാതി നൽകുന്ന വിദ്യാർത്ഥിയെ പിന്നെ കാണുന്നത് ഒറ്റപ്പെടുത്തുന്ന ഒരു നിലപാടായിരിക്കും. ആ കുട്ടിക്ക് നേരെ പല ആരോപണങ്ങൾ ഉന്നയിക്കുക, അതോടൊപ്പം തന്നെ ഈ കായിക മത്സരങ്ങളും അതോടൊപ്പം മറ്റ് മത്സരങ്ങളിൽ നിന്നെല്ലാം തുടർച്ചയായി മാറ്റി നിർത്തുക, ഈ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് കോളേജുമായി ബന്ധപ്പെട്ട, ആ ഗ്രൂപ്പുകളിൽ നിന്ന് ഒഴിവാക്കുക, അത്തരത്തിൽ ഒരു ഒറ്റപ്പെടുത്തുന്ന രീതിയാണ് ആ കോളേജിൽ നടന്നിരുന്നത്. അത്തരത്തിൽ തന്നെയായിരുന്നു ഈ സിദ്ധാർത്ഥനും ഉണ്ടായിരുന്നത്. 16-ാം തീയതി ഈ സിദ്ധാർത്ഥന് നേരെ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു പരാതി പെൺകുട്ടി ഈ SFI നേതാക്കൾക്ക് നൽകുന്നു. പിന്നെയാണ് ആ കോടതിയുടെ വിധി പോലെ, SFIയുടെ കോടതിയുടെ വിധി പോലെ തുടർച്ചയായി ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും പൂക്കോടിലെ യഥാർത്ഥ പ്രതികൾ ആരാണെന്നുള്ള കാര്യം തിരിച്ചറിയണം. ഇവർക്ക് കൂട്ടുനിന്നവർക്കെതിരെ നടപടി ശക്തമാക്കുക തന്നെ വേണം. ശ്രീതാണ് വിവരങ്ങൾ പങ്കുവച്ചത്.